എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് തുടങ്ങുകയാണ്. ടെക്സ്റ്റ് ചിന്മയ മിഷന്റെ ആഗോള അധ്യക്ഷനായിരുന്ന സ്വാമി തേജോമയാനന്ദ അദ്ദേഹം രചിച്ച ജീവന സൂത്രാണി സംസ്കൃതം ടെക്സ്റ്റാണ്. ജീവന സൂത്രാണി, അതിന്റെ അർത്ഥം അഫോറിസംസ് ഓഫ് ലൈഫ്, ജീവിതത്തെ കുറിച്ചിട്ടുള്ള അഫോറിസംസ് ആണ്. ആ ടെക്സ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഏകദേശം 76 അഫോറിസംസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്കൊരു 7 സെഷനെങ്കിലും 7-8 സെഷൻ എങ്കിലും വേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ പേര് തന്നെ അഫോറിസംസ് ഓൺ ലൈഫ്, ജീവിതത്തെ കുറിക്കുന്ന സൂത്രങ്ങൾ. സൂത്രങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, കണ്ടൻസ്ഡ് ആണ്. ചെറിയ വാക്കുകളിലാണ് അത് വരുന്നത്, ചെറിയ വാചകങ്ങളിലാണ് സൂത്രങ്ങൾ ഉണ്ടാകുന്നത്. ചെറിയ വാചകങ്ങളിൽ ഒരുപാട് വലിയ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് അൺപാക്ക് ചെയ്ത് എടുക്കണം. ഈ സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. അതിനെ നമ്മൾ ഓരോ വാക്കും എടുത്ത് ആലോചിച്ച് അതിന്റെ പുറകിലുള്ള താല്പര്യത്തെ നമ്മൾ കണ്ടെടുക്കണം. അതാണ് ഈ സൂത്രങ്ങൾ എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നാരദ ഭക്തി സൂത്രം, ബ്രഹ്മസൂത്രം, ഇങ്ങനെ ധാരാളം സൂത്രങ്ങളുണ്ട്, അഫോറിസംസ് ഉണ്ട്. വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ആശയങ്ങളായിരിക്കും, സാന്ദ്രമായ ആശയങ്ങളായിരിക്കും. അതിനെ നമ്മൾ അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ശരി, നമുക്ക് അത് തുടങ്ങിക്കളയാം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ മനുഷ്യനെ സഹായിക്കാനായിട്ട് 2 മേഖലകളാണ് ഉള്ളത് വാസ്തവത്തിൽ. ഒരു മേഖല എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രം, മറ്റേതെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത സ്പിരിച്വൽ ആയിട്ടുള്ള ശാസ്ത്രം. ഇങ്ങനെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് മനുഷ്യൻ അവന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ തന്നെ ബുദ്ധിയും മേധയും ഉപയോഗിച്ച് കണ്ടെത്തിയതാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു നാഗരികതയും സംസ്കാരവും ഒക്കെ ഉണ്ടായിട്ട് 10,000 വർഷത്തോളം ആയെന്ന് കൂട്ട്. അപ്പൊ ഈ 10,000 വർഷത്തെ നീക്കിയിരിപ്പാണ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ട് അപഗ്രഥിച്ച് നോക്കുന്നത്, അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോ ഈ 2 മേഖലകളിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സയൻസിലും സ്പിരിച്വൽ ആയിട്ടുള്ള സയൻസിലും നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകരുത്, ഈ തർക്കങ്ങളിൽ പെട്ടുപോകരുത്. അതാണോ ശരി, ഇതാണോ ശരി എന്ന് പെട്ടുപോകരുത്. 2ന്റെയും ലക്ഷ്യം 2ആണ്. അവിടെ ആ ലക്ഷ്യം വെച്ചിട്ട് വേണം, ഫലം വെച്ചിട്ട് വേണം നമ്മൾ എന്തിനെ അളക്കുവാൻ, മെഷർ ചെയ്യുവാൻ. ഒരു വൃക്ഷത്തെ അളക്കണത് അത് തരുന്ന ഫലം വെച്ചിട്ടായിരിക്കണം. ഇപ്പോ പ്ലാവിൽ നിന്ന് മാങ്ങ കിട്ടില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് പോലെയാണ് സയൻസ് പഠിച്ചാൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മാറില്ല എന്ന് പറയുന്നത്. ഇനി മാവിൽ നിന്ന് ചക്ക കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ആത്മീയമായ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്കൊരിക്കലും ഭൗതികമായ പുരോഗതി, ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടാകില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. അതിന്റെ 2ന്റെ ഉദ്ദേശം അതല്ല. മാവിൽ നിന്ന് മാങ്ങയും പ്ലാവിൽ നിന്ന് ചക്കയുമാണ് കിട്ടുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഇതിന്റെ 2ന്റെ ഉദ്ദേശം 2ആണ്. ഒന്ന്, ലിവിങ്ങിനെ എളുപ്പമാക്കുക, അതാണ് ശാസ്ത്രം. നമ്മുടെ ഡേ ടു ഡേ ലിവിങ്ങിനെ എളുപ്പമാക്കുന്ന ശാസ്ത്രമാണ് സയൻസ്. ലൈഫിനെ ഇൻഡെപ്ത് എക്സ്പീരിയൻസ് ആക്കുന്ന ശാസ്ത്രമാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ ലിവിങ്ങും ലൈഫും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തേക്കാണ് നോക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കും. പ്രപഞ്ചത്തിൽ ഒളിച്ചിരിക്കുന്ന ശക്തികളെ, പ്രപഞ്ചത്തിൽ ഒളിച്ചിരിക്കുന്ന നിയമങ്ങളെ കണ്ടെത്തും. ഇപ്പൊ മൈക്കൽ ഫാരഡെ ഇലക്ട്രിസിറ്റി കണ്ടെത്തുന്നു, അതുപോലെ ഐസക് ന്യൂട്ടൺ കണ്ടെത്തുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തുന്നു, എഡിസൺ ഒരു ആയിരക്കണക്കിന് കണ്ടെത്തലുകൾ നടത്തുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കി. ഇതെങ്ങനെയാണ് എളുപ്പമുള്ളതാക്കിയത്? ഇവിടെ മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും അവർ കണ്ടെത്തി,
പല നിയമങ്ങളും അവർ കണ്ടെത്തി, എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ എല്ലാത്തിനും ന്യൂട്ടോണിയൻ ഫിസിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന സകല ഡെവലപ്മെന്റ്സിന്റെ അടിസ്ഥാനം. അപ്പൊ ഇത് പുറത്തേക്ക് നോക്കി നമ്മൾ കണ്ടുപിടിച്ചതാണ്. പക്ഷെ പുറത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കാതലായിട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടില്ല. നമ്മുടെ ലിവിങ് നമ്മൾ എളുപ്പമാക്കിക്കൊണ്ടിരിക്കും, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഭൗതിക പുരോഗതിയുടെ കാര്യത്തിൽ. പക്ഷേ മനുഷ്യന് അത് മാത്രമല്ലാത്തത് കൊണ്ട് അവന് ആത്മീയ പുരോഗതിയും ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു ശതമാനം മനുഷ്യർ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് അയാളുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആഗ്രഹമാണ് സ്പിരിച്വൽ ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ സയൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തേക്കല്ല നോക്കുന്നത്, അവർ അകത്തേക്കാണ് നോക്കുന്നത്. നമ്മുടെ അകത്തൊരു പ്രപഞ്ചമുണ്ട്, നമ്മുടെ അകത്തൊരു ലോകമുണ്ട്, നമ്മുടെ പുറത്തും ഒരു ലോകമുണ്ട്. നമ്മൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ്. നമുക്ക് പുറത്തേക്കും പോകാം, നമുക്ക് അകത്തേക്കും പോകാം. ഇതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇതാ. ഇപ്പൊ സയൻസ് എങ്ങനെ ജീവിതം സുഖകരമാക്കാമെന്ന് അന്വേഷിച്ചപ്പോ നമ്മുടെ ഋഷിമാരുടെ അന്വേഷണം എന്തായിരുന്നു? എങ്ങനെ ദുഃഖത്തിനുള്ള പരിഹാരം എങ്ങനെ കണ്ടെത്താം? മനുഷ്യൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം സുഖകരമായിട്ട് മുമ്പോട്ട് പോകുവാണെങ്കിൽ ആരും ഒന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. അന്വേഷണം വരുന്നത് എവിടെയാണ്? നമ്മുടെ സുഖത്തിന് ഭംഗം നേരിട്ടു, നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിന് ഭംഗം നേരിട്ടു, നമ്മളുടെ ആവാസ വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്നു, നമ്മുടെ സുഖകരമായ ആവാസ വ്യവസ്ഥ, കംഫർട്ട് സോൺ, അത് തകർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അന്വേഷിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് അവിടെ ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഋഷിമാർ എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ, അല്ല, സയന്റിസ്റ്റുകൾ എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഋഷിമാര് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. എന്തുകൊണ്ട് മനുഷ്യൻ ദുഃഖിക്കുന്നു? ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചോദിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ കുറച്ചു പേരുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും, ലോകത്തുള്ള എല്ലാ നാഗരികതകളും, ഗ്രീസിലും റോമിലും മെസൊപ്പൊട്ടേമിയയിലും എല്ലാ പുരാതന സാംസ്കാരികതകളിലും ഈ ചോദ്യമുണ്ട്. മനുഷ്യൻ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു? അവനെ എങ്ങനെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാം? ഇതിന്റെ റൂട്ട് കോസ് എന്താണ്? ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നത്? ഈ ഒരു പ്രശ്നം എല്ലാവരും അവരുടെ പ്രഥമമായ പരിഗണനയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ ദുഃഖം എന്താണെന്ന് കണ്ടെത്തുന്നു, ദുഃഖത്തിനുള്ള പരിഹാരം എന്താണെന്ന് കണ്ടെത്തുന്നു, പരിഹാരത്തിനുള്ള മാർഗം എന്താണെന്ന് കണ്ടെത്തുന്നു. അപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഈ ഋഷിമാര് ചെയ്തു വെച്ചത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ലൈഫിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു ഘടകം എന്താണ്? ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഘടന എന്താണ്? അല്ലെ, ഒരു ഫുട്ബോൾ കളിക്കണമെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എവിടെ പോയാലാണ് ബോള് ഡെഡ് ആവുന്നത്? എവിടെ പോയാലാണ് ബോള് എലൈവ് ആയിട്ട് നിൽക്കുന്നത്? എവിടെ അടിച്ചാലാണ് ഗോൾ വരുന്നത്? ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്കൊരു ബേർഡ്സ് ഐ വ്യൂ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു, ഗോൾ പോസ്റ്റ് എവിടെയാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അതെല്ലാ കളികൾ എടുത്താലും നമുക്ക് ഒരു ബേർഡ്സ് ഐ വ്യൂ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ഗ്രൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ നമ്മുടെ ഉള്ളിലുണ്ടാവും. വലിയ മഹാന്മാരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാർക്കൊക്കെ ഒരു പെരിസ്കോപ്പിക് വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ലിയോണൽ മെസ്സിക്കൊക്കെ അതുണ്ടെന്നാണ് പറയുന്നത്, ഒരു പെരിസ്കോപ്പിക് വ്യൂ. അവർ ഈ രണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ നേരെ നോക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് പെരിസ്കോപ്പിക് ആയിട്ടുള്ള വ്യൂവും കൂടെ കിട്ടുന്നുണ്ട്, ആരൊക്കെ എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടാണ് ഇവർ ബോൾ പാസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മെസ്സിയെ പോലെ ഒരു കളിക്കാരൻ ബോൾ പാസ് ചെയ്യുമ്പോൾ നേരെ നോക്കാറില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾ എങ്ങനെയാ അപ്പുറത്ത് നിൽക്കുന്ന തന്റെ സഹ കളിക്കാരനെ കണ്ടു എന്ന്. ഞാൻ ഇന്നാൾ വായിച്ചു മെസ്സിക്ക് ഒരു എക്സ്ട്രാ പെർസെപ്ഷൻ ഉണ്ടത്രേ. എന്താണത്? പെരിസ്കോപ്പിക് വ്യൂ. ഇപ്പൊ ഞാൻ വായിച്ചു മെസ്സിക്ക് ഒരു 2-3 സെക്കൻഡ് മുമ്പിൽ സംഭവിക്കുന്നത് അഡ്വാൻസ് ആയിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. എന്താണെന്നറിയില്ല. എന്തു തന്നെയായാലും ശരി, ഒരു നല്ല കളിക്കാരനാവണമെങ്കിൽ തന്റെ സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാ കളിക്കാർക്കും ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ നമുക്ക് ഈ ലൈഫിന്റെ ഒരു സിറ്റുവേഷണൽ അവയർനെസ് നമുക്ക് വേണം. ലൈഫിന്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് വേണം. ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോളൂ. ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? ലൈഫ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടുന്ന് തുടങ്ങും. നമ്മുടെ നെഞ്ചിൽ നിന്ന് തുടങ്ങണം. എന്താണത്? ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യഷ്ടി, അതല്ലെങ്കിൽ വ്യക്തി. വ്യഷ്ടി എന്നുള്ളത് ഒരു സംസ്കൃത വാക്കാണ്. വ്യക്തി എന്ന് തന്നെയാണ് അർത്ഥം. എന്നുവെച്ചാൽ ഈ ടോട്ടാലിറ്റിയുടെ ഭാഗമായ ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് വ്യഷ്ടി. വ്യഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു. നമ്മളിൽ നിന്നാണ് ലൈഫ് തുടങ്ങുന്നത്. നമ്മൾ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഇവിടുന്നാണ് തുടങ്ങുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു ലോകമുണ്ട്, അവിടേക്ക് നമ്മൾ വന്നു എന്നുള്ളത് ഭൗതികമായ കാഴ്ചപ്പാട്. ആത്മീയ കാഴ്ചപ്പാട്, ഇവിടെ നമ്മളുണ്ട്, നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്. ഇത് കുറെ കൂടെ പ്രൊഫൗണ്ട് ആൻഡ് റൂട്ടിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ എങ്ങനെയാണ്? നമ്മൾ ഒരു ഇൻഡിവിജ്വൽ അവിടെ ഉണ്ട്, ഒരു വ്യഷ്ടി അവിടെയുണ്ട്. ആ വ്യഷ്ടിക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്? ഈ ലോകത്തെ അനുഭവിക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാ ഉള്ളത്? ബോഡി, മൈൻഡ്, ഇന്റലക്ട്. ഇത് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നതാണ്. BMI ചാർട്ട് എന്നൊരു ചാർട്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. BMI, ബോഡി, മൈൻഡ്, ഇന്റലക്ട്. എന്താണ് ബോഡി? നമ്മുടെ ഈ ഗ്രോസ് ആയിട്ട് കാണപ്പെടുന്ന ശരീരമാണ് ബോഡി എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് കൈകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ട്. പെർസീവ് ചെയ്യാനുള്ള, നമുക്ക് ഈ ലോകത്തെ അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്കുണ്ട്. ബോഡി. ഇനി ഇത് മാത്രം പോരാ, ഇതിനെ കോഓർഡിനേറ്റ് ചെയ്യണം. അതിനാരുണ്ട്? മനസ്സുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു സങ്കലനമാണ്. ഒരുപാട് തോട്ട്സ്, ഒരു 50,000 60,000 തോട്ട്സ് ആണ് ഒരു ദിവസം ഒരു മനസ്സിനെ സൃഷ്ടിക്കുന്നത്. ഇനി ഞാൻ എന്താ പറഞ്ഞത്? ബോഡി, മൈൻഡ്, ഇന്റലക്ട് എന്ന് പറഞ്ഞു. ഇന്റലക്റ്റിന്റെ ജോലി എന്താണ്? ഇന്റലക്റ്റിന്റെ ജോലി ഈ തീരുമാനങ്ങളിൽ നിന്ന്, ഈ വികാരങ്ങളിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. നിശ്ചയാത്മിക എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കർ. ഈ 10,000 ചിന്തകളിൽ നിന്ന് ഏത് ചിന്തയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, ഏത് ചിന്തയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, ഏത് ചിന്ത ചെയ്താലാണ് നമുക്ക് ശ്രേയസ് ഉണ്ടാവുക, നമുക്ക് നന്മയുണ്ടാവുക, ഇത്തരത്തിലൊക്കെയുള്ള ഡിസിഷൻ മേക്കറാണ് ബുദ്ധി. ഇപ്പൊ സൽബുദ്ധി വേണം എന്നൊക്കെ പറയാം, അവന് സൽബുദ്ധി കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ബുദ്ധിയാണ് ഡിസൈൻ, അതായത് നമ്മുടെ മനസ്സിലെ ഡിസിഷൻ മേക്കറിന് പറയുന്ന പേരാണ് ബുദ്ധി. നമ്മുടെ മനസ്സിലെ അതോ ഇതോ എന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മൈൻഡ്. ആ കൺഫ്യൂഷനെ അവസാനിപ്പിച്ച്, ഇൻഡിസിഷനെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ പറയുന്ന ഫാക്കൽറ്റിക്ക് പറയുന്ന പേരാണ് ഇന്റലക്ട്, ബുദ്ധി എന്ന് പറയും. ശരിക്കും പ്രൈമറി എന്ന് പറയുന്നത് ഈ 3 സംഗതികളാണ്: ബോഡി, മൈൻഡ്, ഇന്റലക്ട്. ഇത് 3ഉം വെച്ചിട്ടുള്ള കളിയാണ് നമ്മൾ. അപ്പൊ ഇവിടുന്ന് തുടങ്ങുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട്? ബോഡി ഉണ്ട്, മൈൻഡ് ഉണ്ട്, ഇന്റലക്ട് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്തെ, അല്ലെ, ഈ ലോകത്തെ നമ്മൾ അറിയുന്നു. Then what is this world? What is this experience called world? ലോകം എന്ന് പറയുന്ന ഈ അനുഭവം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സിറ്റുവേഷണൽ അവയർനെസ്സിന് അത് അത്യാവശ്യമാണ്. എന്താണ് ലോകം? ലോകം എന്ന് പറഞ്ഞാൽ അതാ, നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ഇതാണ് ലോകം. മറ്റുള്ളവരുണ്ടാവും, അതേഴ്സ് പ്ലസ് ഓബ്ജക്ട്സ്, വസ്തുക്കൾ. അപരനുണ്ട്, വസ്തുക്കളുണ്ട്, പിന്നെ സിറ്റുവേഷൻസ്, സന്ദർഭങ്ങളുണ്ട്. ഈ 3 സംഗതികളാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപരനുണ്ട്. അപരൻ എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യര് മാത്രമല്ല, സകല ജീവജാലങ്ങളും, നമ്മളല്ലാത്ത നമുക്ക് പുറത്തുള്ള സകലതിനും പറയുന്ന പേരാണ് അപരൻ, ദ അതർ. ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഈ വേൾഡ്. അത് അപരനില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോകം തന്നെ ഇല്ലാണ്ടായി പോകും. നമ്മൾ വേറൊരു ലെവലിലെത്തും. നമ്മൾ ഈ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റൊരാൾ ഓപ്പോസിറ്റ് വരുമ്പോഴാണ്. നമുക്കെല്ലാം ഉള്ള പ്രശ്നങ്ങളും അവിടുന്ന് ആരംഭിക്കുന്നു. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അവിടുന്ന് തന്നെ ചിലപ്പം ഉണ്ടായി വരും. എനിവേ, മറ്റുള്ളവർ അധികം പ്ലസ് പിന്നെ എന്താ പറഞ്ഞത്? വസ്തുക്കൾ, അല്ലെ? വ്യക്തികൾ മാത്രമല്ല അവിടെ ഉള്ളത്, വസ്തുക്കളുണ്ട്, പദാർത്ഥങ്ങളുണ്ട്. പിന്നെ എന്താണുള്ളത്? ഇവ തമ്മിൽ കൊണ്ടുവരുന്ന ഒരുപാട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈ വസ്തുക്കളും വ്യക്തികളും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ധാരാളം കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് ഇൻഫിനിറ്റ് ആണ് ഇതിന്റെ സാധ്യതകൾ.
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേൾഡ്. തീർന്നിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വേൾഡിന് 3 അവസ്ഥകളുണ്ട്. ഈ വേൾഡ് നമ്മൾ അനുഭവിക്കുന്ന ലോകത്തിന് 3 അവസ്ഥകളുണ്ട്. 3 അവസ്ഥകളിലും നമ്മൾ ഈ ലോകത്തോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 അവസ്ഥ? ഉണർവ്, ജാഗ്രത് എന്ന് വെച്ചാൽ വേക്കിംഗ് സ്റ്റേറ്റ്, ഡ്രീം സ്വപ്നം കാണുന്ന അവസ്ഥ, നിദ്ര സുഖനിദ്ര സുഷുപ്തി സ്ലീപ്പിംഗ് സ്റ്റേറ്റ്. ഇങ്ങനെ 3 അവസ്ഥകളിലായിട്ടാണ് നമ്മൾ ഈ വസ്തുക്കളെയും വ്യക്തികളെയും അത് കൊണ്ടുവരുന്ന സന്ദർഭങ്ങളെയും കാണുന്നത്. അങ്ങനെ ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് 3 തലങ്ങളിലായിട്ടുള്ള അനുഭവത്തിന് ടോട്ടലി പറയുന്ന പേരാണ് ലോകം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതും ലോകം, നമ്മൾ സ്വപ്നം കാണുന്നതും ലോകം, നമ്മൾ ഉറങ്ങുമ്പോൾ അവിടെയുള്ളതും ലോകം. ഈ 3 അവസ്ഥകൾ. ഇതാണ് ഇതിന്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ. എന്തിന്റെ? ലൈഫ് എന്ന് പറയുന്നതിന്റെ ബേർഡ്സ് ഐ വ്യൂ ഇതാണ്. ബോഡി, മൈൻഡ്, ഇന്റലക്ട് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെയും പദാർത്ഥങ്ങളെയും അത് കൊണ്ടുവരുന്ന സന്ദർഭങ്ങളെയും ഉണർവിലും സ്വപ്നത്തിലും ഉറക്കത്തിലും അനുഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവിതം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ജീവിതം. ഋഷിമാർ ആദ്യം ഈ ജീവിതത്തെ ഇങ്ങനെ അപഗ്രഥിച്ചെടുത്തു. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്തത്. ഋഷിമാര് ആദ്യം ഒരു ചിത്രം, ഒരു ബേർഡ്സ് ഐ വ്യൂ കൊണ്ടുവന്നു. ഇതാണ് ജീവിതം, ഇതാണ് ലോകം, ഇതാണ് വ്യക്തി. ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് തന്നു. ഇനി എന്താണ് അവർ ചെയ്യുന്നത്? ഇതിനുള്ളിലാണ് നമ്മൾ ദുഃഖവും സുഖവും അനുഭവിക്കുന്നതെന്ന് അവർക്കറിയാം. അവർ ഈ ഒരു ചിത്രം മുമ്പിൽ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലാണ് സുഖവും ദുഃഖവും ഉള്ളത്. ഇത് എങ്ങനെയാണ് സുഖമാകുന്നത്, എങ്ങനെയാണ് ദുഃഖമാകുന്നത്? ഈ ഇൻഫിനിറ്റ് കോമ്പിനേഷൻ, ഈ അനന്തമായ ഈ സാധ്യതകള്, ഈ സങ്കലനങ്ങള് എങ്ങനെയാണ് ദുഃഖത്തെ സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് സന്തോഷത്തെ സൃഷ്ടിക്കുന്നത്? ഇതായിരുന്നു അവരുടെ അടുത്ത മനന വിഷയം, അവരുടെ അടുത്ത ധ്യാന വിഷയം അതായിരുന്നു. അപ്പോൾ അവര് കണ്ടെത്തിയത് ഇതിനോടുള്ള പ്രതികരണം ആണ് സുഖമായിട്ടും ദുഃഖമായിട്ടും ഇത് രണ്ടും അല്ലാത്ത ന്യൂട്രലായിട്ടും നമ്മൾ അനുഭവിക്കും. ഈ ലോകത്തുനിന്ന് ഉണ്ടാകുന്ന ഓരോ ആവേഗങ്ങളോടും ഉള്ള നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മുടെ റെസ്പോൺസ് ആണ് സുഖമാകുന്നതും ദുഃഖമാകുന്നതും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടെയോ എന്തുണ്ടെന്ന് മനസ്സിലായി അവർക്ക്. ഈ ദുഃഖങ്ങൾക്കുള്ള ഒരു പരിഹാരം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് അവർക്കറിയാം. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. അവർക്ക് മറ്റൊരു ഒബ്സർവേഷൻ നടത്തി അവര്. എന്താണെന്ന് അറിയാമോ? ഈ വ്യക്തികളെയും വസ്തുക്കളെയും സിറ്റുവേഷനെയും നമുക്ക് നിയന്ത്രിക്കാൻ, പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുക അസാധ്യമാണ്. ഇതായിരുന്നു മറ്റൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഒബ്സർവേഷൻ. ഇത് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്, സ്റ്റോയിക് വിസ്ഡം ആയിട്ടുള്ള റോമൻ കൾച്ചറിൽ ഉണ്ടായിട്ടുണ്ട്, ഗ്രീസിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഏൻഷ്യന്റ് വിസ്ഡവും ഇത് കണ്ടെത്തി. അവര് കണ്ടെത്തിയത് എന്താണ്? പദാർത്ഥങ്ങളെയോ മറ്റ് വ്യക്തികളെയോ അത് അവയുടെ സങ്കലനം മൂലമുണ്ടാകുന്ന സന്ദർഭങ്ങളോ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്, ബിയോണ്ട് അവർ കൺട്രോൾ. അവരാദ്യം തന്നെ ഒരു തീരുമാനം എടുത്തു. നമ്മുടെ പുറമേ നിന്ന് വരുന്ന, നമ്മുടെ നിയന്ത്രണത്തിന് പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിൽ കഴമ്പില്ല എന്ന് ഇവർ ആദ്യം തന്നെ ഒരു കണ്ടെത്തലാണ്. നോക്കൂ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പോകുന്നത്. അവര് യാത്ര ചെയ്ത വഴിയാണ്. ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യർ യാത്ര ചെയ്ത വഴിയാണിത്. അവർ നടത്തിയ ഒബ്സർവേഷൻ ഫസ്റ്റ് ഇതാണ്. ഒബ്സർവേഷൻ 1 ഇതാണ്. നമുക്ക് പുറമേ നിന്ന് വരുന്ന, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. അത്രേ ഉള്ളൂ അതിന്റെ സൊല്യൂഷൻ, വേറൊന്നുമില്ല. നമ്മുടെ കൺട്രോളിനുള്ളിലാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ കൺട്രോളിൽ ഇല്ലാത്തതിന്റെ സൊല്യൂഷൻ എന്താണ്? ദുഃഖിക്കരുത്, അത്രേ ഉള്ളൂ. കരയരുത്, വേറൊന്നുമില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇല്ല, പിന്നെ അതിനകത്ത് ദുഃഖമില്ല. ദുഃഖിക്കണ്ട, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആഘോഷിക്കരുത്, നിങ്ങൾ ആനന്ദമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറൊരു രീതിയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, മറ്റൊരു രീതിയിലാണ് എന്നാണ് അവർ പറയുന്നത്. അത് അങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. ഇതായിരുന്നു അവരുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ.
ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താ? ഡെഫിനറ്റ്ലി ഇത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം അവിടെ ഉണ്ട്. ഫുള്ളി അണ്ടർ കൺട്രോൾ ആയിട്ട് ഒരു ലോകം അവിടെ ഉണ്ട്. ഇതായിരുന്നു അവരുടെ രണ്ടാമത്തെ ഗംഭീരമായിട്ടുള്ള റെവലേഷൻ. ആ ലോകം എവിടെയാണുള്ളത്? നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇന്റലക്ട്. ഇത് മൂന്നും നമ്മുടെ കൺട്രോളിലാണ്. ബോഡി ഓൾമോസ്റ്റ് നമ്മുടെ കൺട്രോളിലാണ്. മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ടോട്ടലി പൂർണ്ണമായും നമ്മുടെ അധീനതയിലാണ്. ഇതാണല്ലോ ലൈഫ് തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. ഇൻഡിവിജ്വലിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? ജീവിതം ആരംഭിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ബുദ്ധിയുമാണ്. ഈ ശരീരവും മനസ്സും ബുദ്ധിയും 99% നമ്മുടെ നിയന്ത്രണത്തിലാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് ബിയോണ്ട് മൈ കൺട്രോൾ എന്നും പറഞ്ഞ് ദുഃഖിക്കാതിരിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ദുഃഖിക്കണം. അവിടെ നിങ്ങൾ ദുഃഖിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് നമ്മളുടെ കെടുകാര്യസ്ഥത കൊണ്ട് വന്നതാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വറി ചെയ്താൽ അതിനൊരു അർത്ഥമുണ്ട്. ഇറ്റ് ഹാസ് എ മീനിങ്. കാര്യം ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം നാളെ നിങ്ങളുടെ ദുഃഖ പരിഹാരത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമില്ല എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖം തോന്നണം. നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അസ്വസ്ഥമാകണം. കാര്യം ഈ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ചില ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടതുണ്ട്. അതിനും ഒരു നിയതമായ മാർഗമുണ്ട്. അപ്പൊ മനസ്സും ശരീരവും ഒക്കെ നമ്മളുടെ അധീനതയിലായതുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം നമ്മുടെ അധീനതയിലായതുകൊണ്ട് അവിടെ മനുഷ്യൻ കുറച്ച് വിയർക്കണം, കുറച്ച് ബുദ്ധിമുട്ടണം, അതിനെക്കുറിച്ച് ഓർത്ത് തല പുകയണം. അവിടെയാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്? വറി ചെയ്യേണ്ടത്. അവിടെയാണ് അയാൾ തപസ് ചെയ്യേണ്ടത്. അവിടെ മാറ്റം കൊണ്ടുവരാനാണ് തപസ് ചെയ്യേണ്ടത്. പിന്നെ അവരുടെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു റെവലേഷൻ എന്തായിരുന്നു? വെളിപാട് എന്തായിരുന്നു? പുറമേയുള്ള ലോകം എന്ത് തന്നെയായാലും, പുറമേ നിന്ന് വരുന്ന ആവേഗങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഒരു മനുഷ്യന് അവന്റെ മനസ്സിന്റെ സമനില അങ്ങനെ തന്നെ തുടരാൻ സാധിക്കും. ശാന്തസ്ഥിതി തുടരാൻ സാധിക്കും. ഇതൊക്കെ അവരുടെ ഉറച്ച കൺവിക്ഷൻ ആയിരുന്നു, ഉറച്ച ബോധ്യങ്ങളായിരുന്നു. പുറമേ നിന്നുള്ള ലോകം എത്ര തന്നെ ഡിമാൻഡിങ് ആയാലും, പുറമേ നിന്നുള്ള ലോകം എത്ര തന്നെ ചലഞ്ചിങ് ആയാലും, ഒരു മനുഷ്യന് അയാളുടെ മനസ്സിന്റെ ശാന്തത, അയാളുടെ മനസ്സിന്റെ സമസ്ഥിതി, അയാളുടെ മനസ്സിലെ ആനന്ദം അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോൾ ആൻഡ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മളാണ്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇത് പെട്ടെന്ന് ശരിയായി എന്നല്ല പറയുന്നത്. പക്ഷെ ഐഡിയലി, പൊട്ടൻഷ്യലി അതങ്ങനെയാണ്. അത് നമുക്ക് അതിന്റെ കമാൻഡിലേക്കും കൺട്രോളിലേക്കും നമ്മൾ പോയി ഇരിക്കണം. ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ കയറിയിരിക്കണം. ഓട്ടോ പൈലറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ പോയി ഇരിക്കണം. ഇനി മറ്റൊരു ഫൈനൽ അവരുടെ ഒബ്സർവേഷൻ ഉണ്ട്. എന്താണ് ആ ഫൈനൽ ഒബ്സർവേഷൻ? നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത്. രണ്ട് മാർഗത്തിലാണ് നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത്. ഒന്ന്, പുറത്തു നിന്നുള്ള വ്യക്തികളും പുറത്തു നിന്നുള്ള വസ്തുക്കളും പുറത്തുള്ള സന്ദർഭങ്ങളും നമുക്ക് അനുകൂലമാകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. ഇവിടെ സന്തോഷം എന്നുള്ളത് ഒരു എൻഡ് റിസൾട്ട് ആണ്. അപ്പൊ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഉണ്ട്. പുറമേ നിന്നുള്ള വസ്തുക്കളും പുറമേ നിന്നുള്ള വ്യക്തികളും പുറമേ നിന്നുള്ള സന്ദർഭങ്ങളും നമുക്കെതിരാകുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖമായി മാറുന്നു. ഇപ്പൊ സുഖവും ദുഃഖവും പ്യോർലി ഒരു ഇഫക്റ്റ് ആണ്, ഒരു ഫലമായിട്ട് അവിടെ നിൽക്കുകയാണ്. തീർത്തും ഒരു ഇഫക്റ്റ് ആയിട്ട് നിൽക്കുന്നു. അവർ മറ്റൊരു വെളിപാടുണ്ടായി. അവർക്ക് എന്താണത്? പുറമേ നിന്നുള്ള വസ്തുക്കളും വ്യക്തികളും സന്ദർഭങ്ങളും എന്ത് തന്നെയായാലും ഇതിന്റെ സ്രോതസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആനന്ദത്തിന്റെ സോഴ്സ്, അതിന്റെ അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണുള്ളത്, നമ്മളുടെ ഹൃദയത്തിലാണ് ഇതിരിക്കുന്നത്. ഹൃദയത്തിലിരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത്.
അവർ അതിന് 2 പേരാ വിളിച്ചത്. പുറമേ നിന്ന് വസ്തുക്കളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് അനുഭവങ്ങളെ സന്തോഷം എന്ന് വിളിച്ചു. ഉള്ളിൽ ഉണ്ടാകുന്ന സ്ഥായീഭാവമുണ്ട്, ഒരു ശാന്തഭാവമുണ്ട്, ഒരു സന്തുഷ്ടമായ ഭാവമുണ്ട്. അതിനെ അവർ ആനന്ദം എന്ന് വിളിച്ചു. അകത്തുനിന്ന് വരുമ്പോൾ അത് ആനന്ദം, പുറത്തുനിന്ന് വരുമ്പോൾ സന്തോഷം. ആനന്ദം എപ്പോഴും അവിടെയുണ്ട്, സന്തോഷം വരികയും പോവുകയും ചെയ്യുന്നു. ആനന്ദം ഇൻഡിപെൻഡന്റ് ആണ്, സന്തോഷം ഡിപ്പെൻഡബിൾ. അത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മറ്റുള്ളവർ എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും സന്തോഷം. ആനന്ദത്തെ നമുക്ക് അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷെ സന്തോഷം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഈ 2 അവസ്ഥകൾക്കും ഉണ്ട്. സന്തോഷത്തിന് എളുപ്പം അനുഭവിക്കാൻ പറ്റും, ആനന്ദത്തെ അനുഭവിക്കാൻ നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യണം. നമ്മൾ കുറച്ച് അകത്തേക്ക് വരണം, നമ്മൾ ഉള്ളിലേക്ക് പോകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. ആനന്ദം എന്ന് പറയുന്നത് ഒരു എൻഡ് റിസൾട്ട് അല്ല. ആനന്ദം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. അതായത് നമ്മൾ അകത്തെ ആനന്ദത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ആനന്ദത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്നത്. പുറമേ നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്നു, സന്തോഷം മേടിക്കുന്നു. അകത്ത് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു, ആ ആനന്ദത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ആ വ്യത്യാസം മനസ്സിലായോ? ഞാൻ പുറമേ നിന്ന് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. ചീപ്പ് ഡോപ്പമൈൻ നമ്മൾ അന്ന് വിളിച്ച വാക്ക്. പക്ഷേ എനിക്ക് ഉള്ളിൽ ആനന്ദമുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ആ ആനന്ദത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഏറ്റവും നല്ല എക്സ്പ്രഷൻ നടത്തുന്നു. നമ്മളെല്ലാവരിലും ഉണ്ട് ഈ 2 സംഗതികളും. ആനന്ദവും സന്തോഷവും നമ്മൾ എല്ലാവരിലും ഉണ്ട്. പുറമേ നിന്ന് കിട്ടുന്ന എല്ലാ വില കുറഞ്ഞ സന്തോഷങ്ങളും ആനന്ദത്തിന് പുറത്തുള്ള സന്തോഷമാണ്, ബാഹ്യമായിട്ടുള്ള പ്ലഷറാണ്. അത് എൻഡ് റിസൾട്ടാണ്. അവർ എനിക്ക് അനുകൂലമായ, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ടാൽ സന്തോഷം, ഇഷ്ടമല്ലാത്ത വ്യക്തിയെ കണ്ടാൽ ദുഃഖം. എനിക്ക് ഇഷ്ടമുള്ള പോലെ അയാൾ സംസാരിച്ചാൽ സന്തോഷം, ഇഷ്ടമില്ലാത്തതുപോലെ നിന്ദിച്ചാൽ എനിക്ക് സങ്കടം. വസ്തുക്കളും അങ്ങനെ തന്നെ. നഷ്ടപ്പെട്ടാൽ ദുഃഖം, കിട്ടിയാൽ സന്തോഷം. സന്ദർഭങ്ങളും അനുകൂലമായ സന്തോഷം, പ്രതികൂലമായ ദുഃഖം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് വലിയ കൺട്രോൾ ഒന്നും ഇല്ല വാസ്തവത്തിൽ. അതിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊരു ലൈഫിന്റെ ഒരു നല്ല ആറ്റിറ്റ്യൂഡുമല്ല. പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായ ഒരു ലോകം ഉണ്ടാക്കി വെച്ച് അവിടെ ജീവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അത് മൂഢത്വമാണ് എന്ന് പറയും. അങ്ങനെ പൂർണ്ണമായിട്ടും ലോകം ഒരിക്കലും നമുക്ക് അനുകൂലമാവില്ല. ലോകത്തിന്റെ സ്വഭാവം തന്നെ അങ്ങനെ അല്ല. നമ്മൾ സുഖിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സ്ഥലമല്ല ഇത്. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സ്ഥലമാണിത്. ബുദ്ധിമുട്ടാതെ ഒന്നും ഇവിടെ കിട്ടിയില്ല. ത്യാഗവും ഭോഗവും ഇത് രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഭോഗം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൊരു ത്യാഗം ഉണ്ടാവും. ത്യാഗത്തിലൂടെ ഭോഗം കിട്ടുള്ളൂ. അത് നമ്മൾ നേരിട്ടല്ലെങ്കിൽ പോലും നമുക്ക് ആ ടോള് നമ്മളിൽ വരും. ആനന്ദം അങ്ങനെയല്ല. ആനന്ദം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അത് ആനന്ദം ആദ്യം ഉണ്ടാകുന്നു, പ്രവൃത്തി രണ്ടാമതുണ്ടാകുന്നു. പുറമെ എങ്ങനെയാണ്? സന്തോഷം എങ്ങനെയാണ്? ആദ്യം നമ്മൾ പ്രവർത്തിക്കുന്നു, പിന്നീട് സന്തോഷം ഉണ്ടാകുന്നു. ഇത് രണ്ടും വേണം നമുക്ക് കിട്ടും. സന്തോഷവും വേണം, ആനന്ദവും വേണം. പക്ഷെ ഈ ആനന്ദത്തിന്റെ രഹസ്യം അറിഞ്ഞാൽ സന്തോഷം പെട്ടെന്നുണ്ട്. ഈ ദുഃഖം നമ്മളിലേക്ക് ഏശാതെ പോകും. നമ്മൾ ഉള്ളിൽ ആനന്ദമായിട്ടിരിക്കുകയാണ്. പുറമേ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചാലും നമുക്കത് ഏശില്ല. നമ്മൾ ഒരു കവചത്തിനുള്ളിലായിരിക്കും. സന്ദർഭങ്ങൾ എതിരായാൽ നമ്മൾ തളരില്ല, നമ്മൾ വീഴില്ല. കാര്യം ആനന്ദത്തെ നമ്മൾ എന്ത് ചെയ്തു? ട്രിഗർ ചെയ്തു. ആനന്ദം നമ്മളെ ഒരു കവചമായി അത് സംരക്ഷിച്ചു നിർത്തും. ഈ സിറ്റുവേഷൻ മുഴുവൻ നമുക്ക് അങ്ങനെ മുഴുവനൊന്നും ആർക്കും എതിരാവില്ല കേട്ടോ, അങ്ങനെയും വിചാരിക്കണ്ട. മുഴുവൻ സിറ്റുവേഷനും എതിരാക്കിയാൽ പിന്നെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് 0 അല്ലേ? അങ്ങനെ 0 ചാൻസ് ഇട്ട് തരില്ല ലോകം. ഇതൊരു കളിയാണ്. ഒരു 10% എങ്കിലും ചാൻസ് ഇട്ടിട്ട് 90% ഒക്കെ അടച്ചു കളയും, അത് എക്സ്ട്രീം കേസുകളിൽ. പക്ഷെ അപ്പോഴും നമ്മൾ ആ 10% വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് അനുകൂലമായ ആ 10% എവിടെയാണെന്ന് നോക്കണം. വലിയ പാടാണ്, പക്ഷെ അതേ പറ്റൂ. 100% അടച്ചു കളയണത് എന്ന് വെച്ചാൽ നമ്മളെ കൊല്ലുന്നതിന് തുല്യം. അപ്പൊ പിന്നെ അതിന് വേറൊരു അർത്ഥമുള്ളത്. ഈ ജീവിതം കൊണ്ട് അയാൾക്ക് ഇനി കാര്യമില്ല എന്ന് തോന്നി കഴിയുമ്പോഴാണ് ക്ലോസ്. അങ്ങനെയല്ല. ഭൂരിഭാഗം കേസുകളിലും നമുക്ക് ഒരു 10% സാധ്യതയെങ്കിലും ജീവിക്കാൻ വേണ്ടി എവിടെയോ ഒരു വഴി ഉണ്ടാവും. അതായത് ഒബ്സ്റ്റക്കിൾ ഈസ് ദ പാത്ത്. അതാണ് അതിന്റെ രഹസ്യം. ജീവിതത്തിന്റെ രഹസ്യം എന്താണ്?
എവിടെയാ എന്ത് വന്നാണോ നിങ്ങളുടെ വഴി അടഞ്ഞത് അവിടെ എവിടെയോ ആണ് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള വാതിൽ. കൃത്യമായും അവിടെ തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ വന്ന ആ പ്രതിസന്ധിയിലാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള വാതിലിരിക്കുന്നത്. ഇത് ഉറപ്പാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള എല്ലാ മനുഷ്യരും, കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ ജീവിച്ച് മരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത്. നമുക്ക് മുമ്പിവിടെ ഒരുപാട് പേര് കണ്ടുപിടിച്ചത്, ഇവര് ജീവിച്ച് മനസ്സിലാക്കിയ ഒരു സത്യം എന്താണ്? എവിടെയാണോ നമ്മുടെ വാതിൽ അടഞ്ഞു പോയിരിക്കുന്നത് അവിടെ എവിടെയോ അടുത്ത തലത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്ന് കിടപ്പുണ്ട്, കണ്ടെത്തണം. എവിടെയാണോ പ്രതിസന്ധി വന്നത് അവിടെ അതിനുള്ള പരിഹാരവും അതിന്റെ അപ്പുറത്തേക്കുള്ള യാത്രയ്ക്കുള്ള ഇന്ധനവും പാഥേയവും അവിടെ തന്നെയുണ്ട്. ഒബ്സ്റ്റക്കിൾ ഈസ് ദ പാത്ത്. തടസ്സമില്ല വാസ്തവത്തിൽ. അതിൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മുകളിലേക്ക് അതിനെ ജമ്പ് ചെയ്ത് പോകാനുള്ള ചെറിയ വിടവുകൾ, വാതിലുകൾ അവിടെയുണ്ട്. വാസ്തവത്തിൽ അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് പലത്. ദുഃഖം എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് പലർക്കും പലപ്പോഴും ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരിക്കും. എപ്പോഴും അല്ലെങ്കിലും മിക്കപ്പോഴും അത് അങ്ങനെയാണ്. അപ്പൊ ഇത് നിങ്ങൾ മറന്നു പോകരുത്. ആനന്ദം ആദ്യം ഉണ്ടായി, അതിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടായാൽ അതിന് ഏറ്റവും ഫ്രാഗ്രൻസ്, ഏറ്റവും സുഗന്ധം അതിനായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ആ ഒരു മൈൻഡിലാണ്. എനിക്ക് ആദ്യം ആനന്ദം ഉണ്ടായി, ക്ലാസ് എടുക്കാൻ പോവാണെന്നുള്ളൊരു ആനന്ദം ഉണ്ടായി. ആ ആനന്ദത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ സംസാരിച്ച് കഴിഞ്ഞ് എനിക്ക് കിട്ടേണ്ട റിട്ടേൺ അല്ല അത്. കഴിഞ്ഞ് എനിക്കൊന്നും ഒരു റിട്ടേണും അല്ല. അങ്ങനെ നിഷ്കാമമാണത്. ആദ്യം സന്തോഷം ഉണ്ടാകുന്നു, പിന്നീട് ഇത് ചെയ്യാൻ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഊർജ്ജം ഉണ്ടാകുന്നു, ചെയ്യാൻ പോവാന്ന് ഓർക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകുന്നു, അതിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുന്നു, ആനന്ദത്തിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുന്നു. സന്തോഷം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ നിന്ന് സന്തോഷം ഉണ്ടാകുന്നു. അവിടെ സന്തോഷം ഒരു എൻഡ് റിസൾട്ട് ആണ്. ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് ഒരു തുടക്കം തന്നെയാണ്. ദ വെരി ഫൗണ്ടേഷൻ, നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആനന്ദമാണ്. ഇത്രയുമാണ് നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ അടിസ്ഥാനപരമായി കണ്ടെത്തിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഏൻഷ്യന്റ് വിസ്ഡം ഇത്രയുമാണ്. സ്പിരിച്വൽ വിസ്ഡം ഇത്രയുമാണ്. ഇത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ, ഇവിടെ നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിലെ ആദ്യത്തെ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടങ്ങുന്നത് എങ്ങനെയാണ്? അഥ ജീവനസൂത്രാണി പ്രസ്തൂയന്തേ. വളരെ ലളിതമായ സംസ്കൃതമാണ് കേട്ടോ. സംസ്കൃതം എന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോകണ്ട. തേജോമയാനന്ദ സ്വാമിയുടെ സംസ്കൃതം വളരെ ലളിതമാണ്, സരളമാണ്. കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന സരളമായിട്ടുള്ള സംസ്കൃതമാണ് തേജോമയാനന്ദ സ്വാമിയുടെ. അദ്ദേഹം പറയുന്നു, അഥ ജീവനസൂത്രാണി പ്രസ്തൂയന്തേ. നൗ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ജീവനസൂത്രാണി, ജീവിതത്തെ കുറിച്ചിട്ടുള്ള അഫോറിസംസ് പ്രസ്തൂയന്തേ, നമ്മളിവിടെ പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നു, ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. എന്താണ് ഫസ്റ്റ് സൂത്രം? ഫസ്റ്റ് സൂത്രം പറയുന്നത് യത് ജ്ഞാത്വാ അഭ്യസ്യ ച ജീവനം സുഖായ ഭവതി. ലളിതല്ലേ? വളരെ ലളിതമാണ്. ഇത് ഒരു സംസ്കൃതം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞത് എന്താന്ന് ഏകദേശം മനസ്സിലായി. ഇത് അറിഞ്ഞാൽ, യത് ജ്ഞാത്വാ അഭ്യസ്യ ച, അറിയുക മാത്രമാണോ ചെയ്യേണ്ടത്? അഭ്യസിക്കണം. അറിവ് കൊണ്ട് മാത്രം ഇവിടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. അറിവ് നമ്മളുടെ ഭാഗമായി തീരണം. അഭ്യസ്യ ച ജീവനം സുഖായ ഭവതി. ജീവിതം വളരെ സ്മൂത്ത് ആകുന്നു, ജീവിതം വളരെ സുഖകരമാകുന്നു. ഇതാണ് ആദ്യത്തെ സൂത്രം. നോയിങ് ആൻഡ് പ്രാക്ടീസിങ് വിച്ച് ലൈഫ് ബിക്കംസ് ഈസി ആൻഡ് ഹാപ്പി. ഇതാണ് തേജോമയാനന്ദ സ്വാമിയുടെ ആദ്യത്തെ സൂത്രം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹം ജീവിതത്തെ കുറിക്കുന്ന ഒരു സീക്രട്ട് നമ്മളോട് പറഞ്ഞു തന്നു. എന്താണത്? ജ്ഞാത്വ അഭ്യസ്യച. ഇത് അറിയുകയും വേണം, അഭ്യസിക്കുകയും വേണം. ചിന്മയാനന്ദ സ്വാമി പറയുന്ന ഒരു ലളിതമായ എക്സാമ്പിൾ ഉണ്ട്. പഞ്ചസാര കാപ്പിയിൽ ലയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് കുടിക്കുമ്പോൾ സ്വീറ്റ്നെസ് തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാം പഞ്ചസാര അതിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്.
പഞ്ചസാര അതിൽ ലയിച്ചിട്ടില്ലെങ്കിൽ അതിനെന്തായിരിക്കും രുചി? കയ്പ് രുചിയായിരിക്കും. അദ്ദേഹം പറയും ഇതുപോലെയാണ് അറിവ്. ഈ അറിവ് നിങ്ങളിൽ ലയിച്ചു ചേർന്ന് നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ യു ബിക്കം സ്വീറ്റ്. അറിവ് വെറും അറിവായിട്ടിരിക്കുകയാണ്, അത് ലയിച്ച് നിങ്ങളുടെ ഭാഗമായിട്ടില്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കും? യു ആർ ബിറ്റർ. നിങ്ങൾ കയ്പ് നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. ഇതാണ് ആ വ്യത്യാസം. അദ്ദേഹം വളരെ ലളിതമായിട്ട് ചിന്മയാനന്ദ സ്വാമി പറയുന്ന ഒരു ഉദാഹരണമാണ്. ശരി, നമുക്ക് ഈ അറിവിനെ എങ്ങനെ അഭ്യസിക്കാം? അതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമുക്കൊരു പിരമിഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഒരു പിരമിഡിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ഭാഗം, അതാണല്ലോ ഏറ്റവും വലുത്. അവിടെയാണ് എന്തിരിക്കുന്നത്? ഡേറ്റാസ്. ഡേറ്റാസ് എന്ന് പറയുന്നത് അറിവിന്റെ ഏറ്റവും ക്രൂഡായിട്ടുള്ള അസംസ്കൃതമായിട്ടുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡേറ്റാസ്. അവിടുന്ന് ഇവിടുന്നും അവിടെ എല്ലായിടത്തു നിന്നും നമുക്ക് കുറേ ഡേറ്റാസ് അല്ലേ? ഇതിങ്ങനെ ദിവസവും വന്നുകൊണ്ടിരിക്കുക. നമ്മൾ സ്ക്രോൾ ചെയ്താൽ എന്തോരം ഡേറ്റാസാ വരുന്നത്. നമ്മുടെ മനസ്സിൽ തട്ടാതെ നമ്മളിലേക്ക് വരുന്ന ഈ അറിവുകൾ, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന ഈ അറിവുകൾക്ക് പറയുന്ന പേരാണ് ഡേറ്റാസ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നും നമ്മളെ സ്പർശിക്കില്ല. നമ്മൾ അന്നേരം അത് ഓർത്ത് വെക്കും. തൊട്ടടുത്ത റീലിലേക്ക് പോകുമ്പം എല്ലാം മറന്നു പോകുന്നു. അത് വെറും ഡേറ്റയാണ്. ഓർമ്മയിൽ പോലും അത് നിൽക്കുന്നില്ല. ഏറ്റവും ക്രൂഡായിട്ടാണ് അത് നിൽക്കുന്നത്. അത് നമ്മളെ ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഇതാണ് ആദ്യത്തെ ചുവട്. അറിവിലേക്കുള്ള ആദ്യത്തെ ചുവട് ഡേറ്റാസ് ആണ്. അത് വളരെ അസംസ്കൃതമായിട്ടാണ് നമുക്ക് ലൈഫിൽ നിന്ന് ഡേറ്റാസ് കിട്ടുന്നത്. ആ ഡേറ്റാസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും താഴെ കൊണ്ടുവയ്ക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഓർഡർ ആക്കി വെക്കുന്നു. ഈ ഡേറ്റാസ് അവിടെ ഇരിക്കട്ടെ, ഈ ഡേറ്റാസ് ഇവിടെ ഇരിക്കട്ടെ, ഈ ഡേറ്റാസ് ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഓരോന്നിനെയും ക്രമീകരിച്ച് ഡേറ്റാസ് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻഫർമേഷൻ. ക്രമീകരിക്കപ്പെട്ട, വർഗീകരിക്കപ്പെട്ട, അടുക്കിപ്പെറുക്കപ്പെട്ട ഡേറ്റാസിന് പറയുന്ന പേരാണ് ഇൻഫർമേഷൻ. അറിവുകൾ എന്ന് പറയും. ബേസിക്, അടിസ്ഥാനപരമായ അറിവുകൾ. വിവരശേഖരണം എന്നാണ് അതിന് പറയുക. ഇൻഫർമേഷൻ കളക്ഷൻ, വിവരശേഖരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു അറിവ് തേടാൻ പോകുമ്പോൾ, നമ്മളൊരു പുതിയ വിഷയത്തിൽ ഒരു അറിവ് തേടാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റാസും ഇൻഫർമേഷനുമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട്. അതിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ? ഹൂ, വാട്ട്, വെൻ, വേർ. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഡേറ്റാസ്. ആര് ചെയ്തു, എന്ത് ചെയ്തു, എപ്പോ ചെയ്തു, എവിടെ ചെയ്തു, ആർക്ക് സംഭവിച്ചു, എന്ത് സംഭവിച്ചു, എപ്പോ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു. ഇതാണ് ഡേറ്റാസ്. നമ്മൾ കൂടുതലും പേരും ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഒരു നല്ല ചോദ്യം പോലും അവരുടെ കയ്യിലില്ല. ഹൂ, വാട്ട്, വെൻ, വേർ എന്നുള്ളത് ബേസിക് ചോദ്യങ്ങളാ. ഉറക്കത്തിൽ നിന്നീറ്റാ നമ്മള് ആരാ, എന്താ, എവിടെയാ, അല്ലേ? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ്, ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ്. നമ്മൾ ഉറക്കത്തിൽ നിന്നീറ്റ ഉടനെ ആരാ, എന്താ, എവിടെ ഇങ്ങനെ ചോദിക്കും. ഹൂ, വാട്ട്, വെൻ, വേർ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ അന്വേഷണമാണ്. ഹൂ, വാട്ട്, വെൻ, വേർ. പക്ഷേ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതും ചോദിച്ച് നടന്നാലോ? ജീവിതകാലം മുഴുവൻ ഈ ചോദ്യം ചോദിച്ചു നടക്കുന്നവരുണ്ട്. ഹൂ, വാട്ട്, വെൻ, വേർ. മറ്റുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ ഇദ്ദേഹത്തിന് അറിയേണ്ടതുള്ളൂ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ ഹൂ, വാട്ട്, വെൻ, വേർ എന്ന് ചോദിച്ചു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകണം. അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം. നമ്മുടെ ആ പിരമിഡിന്റെ അടുത്ത ഘടകത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അടുത്ത ഘടകം ഏതാണ്? ഇൻഫർമേഷൻ കഴിഞ്ഞാൽ നോളജ് ആണ്. ഇൻഫർമേഷൻ എങ്ങനെയാണ് നോളജ് ആവുന്നത്? ഇൻഫർമേഷൻ നോളജ് ആണെങ്കിൽ നോളജ് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഡേറ്റാസും ഇൻഫർമേഷനും പോലെയല്ല. നോളജ് കുറച്ച് ഗൗരവമായി ചെയ്യണം. നോളജ് ഉണ്ടാകുന്നത് പുറത്തുനിന്ന് വരുന്ന ഇൻഫർമേഷൻ പ്ലസ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളുമായി ചേർക്കണം. പുറത്തുനിന്നുള്ള ഇൻഫർമേഷനെ നമുക്ക് ഇതുവരെയുള്ള നമ്മളുടെ അനുഭവങ്ങളുമായി
അലൈൻ ചെയ്യണം, അല്ലെങ്കിൽ അവയെ കൂട്ടി യോജിപ്പിക്കണം. ഇനി അത് മാത്രം മതിയോ? പോരാ, ഒരു ഘടകം കൂടെ അവിടെ കൂട്ടി യോജിപ്പിക്കണം. എന്താണ്? നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളും ഇതുവരെയുള്ള നമ്മുടെ ഇൻസൈറ്റും ഉൾക്കാഴ്ചകളും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അറിവ് അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുന്നത്. ഇപ്പോ എന്താണ്, ഒരു നിമിഷം. ഓക്കെ, അപ്പോ നമ്മളുടെ ഇൻഫർമേഷൻ നോളജ് ആയി തീരണമെങ്കിൽ നമ്മളുടെ അനുഭവ സമ്പത്തും നമ്മളുടെ ഇൻസൈറ്റ്, നമ്മുടെ ഉൾക്കാഴ്ചകളും ഈ വിവരങ്ങളുമായി കൂടിച്ചേർന്നു. അപ്പോഴാണ് അത് മുമ്പോട്ട് നോളജ് ആയി തീരുന്നത്. ഈ നോളജിന് വേണ്ടി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്തായിരിക്കണം? നോളജിന് വേണ്ടി നമ്മൾ ചോദിക്കേണ്ടത് ഹൂ എന്നോ, വാട്ട് എന്നോ, വെൻ എന്നോ, വേർ എന്നോ അല്ല, പിന്നെയോ ഹൗ. ഇതാണ് നോളജിന്റെ തലത്തിലുള്ള ചോദ്യം. ഇപ്പോഴും നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് തലത്തിലെത്തി. ആ പിരമിഡിന്റെ സെക്കൻഡ് ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ്. ഇനി മുകളിൽ ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഡേറ്റാസ്, ഇൻഫർമേഷൻ, നോളജ് ആവാൻ നമ്മൾ ഹൗ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ഈ വൈദ്യുതി കണ്ടെത്തി, മൈക്കിൾ ഫാരഡെ വൈദ്യുതി കണ്ടെത്തി, ഇനി ഇത് എങ്ങനെ ഇതുകൊണ്ട് മനുഷ്യന് പ്രയോജനം ഉണ്ടാക്കാം? ഗ്രാവിറ്റേഷണൽ തിയറി ഫോഴ്സ് കണ്ടെത്തി, ഇനി ഇത് എങ്ങനെ മനുഷ്യന് പ്രയോജനമുള്ളതാക്കാം? അല്ലെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെ മനുഷ്യരുടെ തലയിൽ കൊണ്ട് ബോംബിടാം? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്നത്. ആദ്യം നമ്മൾ മറ്റേ ആളെ എങ്ങനെ തോൽപ്പിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ആ യുദ്ധത്തിന് ശേഷം തലയ്ക്ക് വെളിവ് വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, ഇതുകൊണ്ട് എങ്ങനെ ജീവിതം സുഖകരമാക്കാം. ആദ്യം എങ്ങനെ ബോംബ് കണ്ടെത്താമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഇല്ലേ, കമ്പ്യൂട്ടറും അനുബന്ധമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്തായിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഡാറൊക്കെ വരുന്നതാണ് ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ ഏറ്റവും മുകളിലുള്ള അവരുടെ പിതാമഹൻ എന്നൊക്കെ പറയുന്നത് ഈ റഡാർ ടെക്നോളജിയാണ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു സ്വാഭാവിക പരിണിതിയായിട്ടാണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും എല്ലാം പിന്നീട് ഉണ്ടായത്. ഈ റഡാർ കണ്ടുപിടിച്ചത് ബോംബിടാൻ വരുന്ന വിമാനത്തെ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഇത് മനുഷ്യനെ എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നുള്ള ചിന്ത രണ്ടാമതാണ് വരുന്നത്. ഇതാണ് നോളജ് എപ്പോഴും ഹൗ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കും, ഹൗ. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഡേറ്റാസ്, ഇൻഫർമേഷൻ, നോളജ് മിക്കവരും ഇവിടം കൊണ്ട് അവസാനിപ്പിക്കും. ഈ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നവർ പോലും ഇവിടം കൊണ്ട് അത് അവസാനിപ്പിക്കും. ഇവിടം കൊണ്ട് വേണേ നിർത്താം. പക്ഷെ ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്തല്ല? ഹൂ അല്ല, വാട്ട് അല്ല, വെൻ അല്ല, വെയർ അല്ല, ഹൗ അല്ല. ഒരു മനുഷ്യന് ചോദിക്കാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വൈ, എന്തുകൊണ്ട്. ഇതാണ് ഒരു മനുഷ്യന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അപ്പുറം അവനില്ല. ചോദിക്കാവുന്ന ഏറ്റവും മികച്ച ചോദ്യം ചോദിച്ചിട്ട് അപ്രത്യക്ഷമാകുകയാണ് മനുഷ്യൻ. ഈ ഒരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി അവന്റെ ജീവിതം അവിടെ കൊടുമുടികൾ ഏറുകയാണ്, അവിടെ നിറവേറപ്പെടുകയാണ്, ആ ലൈഫ് ഫുൾഫിൽഡ് ആവുകയാണ്. വൈ, എന്തുകൊണ്ട്. അവിടെ എങ്ങനെയെന്നുള്ളൊരു വിഷയമില്ല, ആരാണെന്ന് നോക്കില്ല, എന്താണെന്ന് നോക്കില്ല, എവിടെയാണെന്ന് നോക്കില്ല, എപ്പോഴാണെന്ന് ചോദിക്കില്ല. ഒരേ ഒരു ചോദ്യം മാത്രം ആ മനുഷ്യന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഒരേ ഒരു ചോദ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും, എന്തുകൊണ്ട് ഇവിടെ ജീവൻ ഉണ്ടായി, എന്തുകൊണ്ട് ഇവിടെ ജീവിതം നിലനിൽക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യൻ സഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് മനുഷ്യൻ ഇത്രയേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു, എന്തുകൊണ്ട് ദുഃഖം, എന്തുകൊണ്ട് ജനിക്കുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ചോദ്യം, ഇത് അവന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും അറിവുകളോടൊപ്പം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടെ അവനിലേക്ക് വരികയാണ്. അതായത് 10,000-കണക്കിന് വർഷങ്ങളിലൂടെ സ്വാംശീകരിച്ചെടുത്ത അറിവുകൾ, നോളജ് അവിടെയുണ്ട്. അതിൻ്റെ കൂടെ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഫേസിലെത്തും. അതിന്റെ പേരാണ് വിസ്ഡം. ഈ പറയുന്ന പിരമിഡിന്റെ ഏറ്റവും മുകളിലത്തെ ആ ചെറി ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിസ്ഡമാണ്. വിസ്ഡത്തിലെ ചോദ്യം എന്താണ്? വൈ, എന്തുകൊണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ? എന്താണ്? ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്.
ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വിസ്ഡം. അവിടെ എന്തൊക്കെ തമ്മിലാണ് ചേരുന്നത്? അവിടെ ഈ നോളജ് ഉണ്ട്, ഓഫ് കോഴ്സ് നോളജ് ഉണ്ട്. ഹൗ എന്ന് ചോദിച്ച് കണ്ടെത്തിയ എല്ലാ അറിവുകളും അവിടെ ഉണ്ടാവും. നോളജ് പ്ലസ് ഫോർസൈറ്റ്, ദീർഘവീക്ഷണം ഉണ്ടാകും. ദീർഘവീക്ഷണം എന്ന് പറയുമ്പോൾ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ദീർഘവീക്ഷണം. ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ അവന്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്താം എന്നുള്ള ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫോർസൈറ്റ്, ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. മൂല്യബോധം ഉണ്ടായിരിക്കും. നമ്മൾ ഈ ജീവിക്കുന്നതിന് ഒരു ഉൾക്കനം വേണം എന്നുള്ള ആഗ്രഹമാണ് മൂല്യബോധം. ഇതിനൊരു വാല്യൂ വേണം, ഒരു മൂല്യം വേണം. ഇത് വെറുതെ വിലയില്ലാത്തതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ബുദ്ധി, അതും ഇതിന്റെ കൂടെ ചേരും. ഇത് മൂന്നും ചേരുന്നതാണ് വിസ്ഡം. നോളജ് പ്ലസ് ഫോർസൈറ്റ് പ്ലസ് വാല്യൂസ്. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഇതിന് മൂന്നിന്റെയും ആകത്തുകയായിട്ട് വിസ്ഡം ഉണ്ടാകുന്നത്. വിസ്ഡമാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള ആത്യന്തികമായ പരിഹാരം. ആത്യന്തികമായ പരിഹാരം എവിടെയുള്ളത്? വിസ്ഡത്തിലാണുള്ളത്. ഇത്രയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെയാണ് സ്വാമിജി എന്താണ് പറയണത്? യത് ജ്ഞാത്വാ അഭ്യസ്യച. ഈ അറിവ് കൊണ്ട് മാത്രമായില്ല, അതിനെ നമ്മൾ വിസ്ഡമാക്കി മാറ്റണം. വിസ്ഡമാക്കി മാറ്റണമെങ്കിൽ അതിനെ എന്താവണം? അറിവിനെ നമ്മൾ ഡേറ്റാസിൽ നിന്ന് തുടങ്ങണം. ഡേറ്റാസിലൂടെ, ഇൻഫർമേഷനിലൂടെ, നോളജിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് അറിവുണ്ടാകും. സ്വന്തമായിട്ട് ചോദ്യങ്ങൾ വേണം. ഇതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഹു, വാട്ട്, വെൻ, വെയർ. ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഇതെല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവിച്ചേ? അപ്പുറത്തെ ആൾക്ക് എന്താ സംഭവിച്ചേ? അയാൾ എന്തു പറഞ്ഞു? അയാൾ എവിടെ പോയി? അയാൾ എപ്പോ വന്നു? ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് അന്വേഷണം. പക്ഷെ ഇത് ഇവിടം കൊണ്ട് നിർത്താതെ ഇതിനെ കുറച്ചുകൂടെ സമഷ്ടി തലത്തിലേക്ക് കൊടുക്കുക. അപ്പുറത്തെ ആളെന്നുള്ളത് അയൽക്കാരനിലേക്ക് നോക്കുന്ന നോട്ടം നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുക. അവിടെ നോക്കുമ്പോൾ ഹു, വാട്ട്, വെൻ, വെയർ എന്നുള്ളതിന് കുറച്ചുകൂടെ മീനിങ് വരും. അപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ സംഭവങ്ങളെ കുറിച്ചിട്ട്, ചരിത്രത്തെ കുറിച്ചിട്ട്, ആരാണ് നമുക്ക് സ്വാതന്ത്ര്യ സമരം നയിച്ചത്, എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, എവിടെ വെച്ചിട്ടാണ് ആ സംഭവം ഉണ്ടായത്, ഇങ്ങനെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകും. വ്യക്തികളിൽ നിന്ന് ചരിത്രത്തിലേക്ക് നമ്മൾ വളരും. വ്യക്തികളുടെ ദൂഷണത്തിൽ നിന്ന് നമ്മൾ ചരിത്രബോധത്തിലേക്ക് നമ്മൾ പോകും. ഇതേ ചോദ്യം, സെയിം ചോദ്യം തന്നെ, പക്ഷെ കുറച്ചുകൂടി വിശാലമായ പെർസ്പെക്റ്റീവിലാവുമ്പോൾ അത് ചരിത്രബോധമായി മാറി. ഒരാളുടെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് പരദൂഷണം. ഒരുപാട് പേരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് ചരിത്രബോധമായി മാറും. അപ്പൊ ഈ പരദൂഷണം അറിയാനുള്ള, മറ്റൊരാളെ കുറിച്ച് അറിയാനുള്ള ഈ കൗതുകം കുറെ കൂടെ സമഷ്ടിയിലേക്ക് വരുമ്പോഴാണ് അത് ചരിത്രബോധമായി മാറുന്നത്. അത് നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കി തീർക്കുന്നത്. ഇതും നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് നല്ല ഡെപ്ത് ഉണ്ട്. ഇത് നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഹു, വാട്ട്, വെൻ, വെയർ എന്നുള്ളത് നല്ല ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കരുത്. എപ്പോഴും ഒന്നും ഇങ്ങനെ തന്നെ പോവില്ല. ഇതിങ്ങനെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആനപ്പുറത്തെ സഞ്ചാരാണേ. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉണ്ടാവണം. എങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മൾ അറിവിന്റെ തലത്തിലേക്ക് വളരും. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ചരിത്രബോധത്തെ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കും, അല്ലേ? ഇപ്പോ ചരിത്രബോധ്യങ്ങൾ, അതായത് കുറെ മനുഷ്യർ ചേർന്ന് മറ്റൊരു മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയതാണ് ഈ ചരിത്രം മുഴുവൻ. അപ്പൊ അതിനെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഉള്ളിലും അതുപോലെ ഒരു മനുഷ്യനുണ്ട്, അല്ലേ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു കൂട്ടം മനുഷ്യരെ നിർദ്ദയം കൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടൻഷ്യലി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ അനിമലിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ജാഗ്രതയോടുകൂടി ജീവിക്കാൻ അത് പറ്റും. അവിടെ അറിവാണത്, അവിടെയാണത് അറിവാകുന്നത്. നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോയിട്ട് വീണ്ടും വ്യക്തിയിലേക്ക് തിരിച്ചു വരുന്നത്, അത് നമ്മളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അറിവ് ജനിച്ചു തുടങ്ങുന്നത്. നമ്മൾ വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. ഒരു പരദൂഷണത്തിൽ നിന്ന് തുടങ്ങി ചരിത്രബോധത്തിലെത്തി, ചരിത്രബോധത്തിൽ നിന്ന് വീണ്ടും നമ്മളിലേക്ക് എത്തുമ്പോൾ അത് അറിവായി മാറി. ഈ അറിവ് നമ്മൾ അടുത്ത വിസ്ഡമായി മാറും.
എൻ്റെ ഉള്ളിൽ ഒരു ആനിമൽ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവി ഇരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിംഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ സിംഹത്തെ നിയന്ത്രിച്ച ഞാൻ ആരായി? ഞാൻ ദുർഗയായി. എൻ്റെ ഉള്ളിൽ ഒരു പശു ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാളയുണ്ട്, ആ കാളയെ ഞാൻ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരായി? ഞാൻ ശിവനായി. എൻ്റെ ഉള്ളിൽ ഒരു പക്ഷിയുണ്ട്, ആ പക്ഷിയെ ഞാൻ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഷ്ണുവായി. ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാ ഈ ദൈവങ്ങളുടെയും കൂടെ ഒരു മൃഗമുണ്ട്. ദൈവവും മൃഗവും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ തന്നെയാണ്, നമ്മുടെ തന്നെ പ്രതീകമാണത്. ശിവന്റെ ഒരു പേര് പശുപതിനാഥൻ എന്നാണ്. പശുത്വം എന്ന് പറഞ്ഞാൽ മൃഗീയത. മൃഗീയതയെ അതിലംഘിച്ച് നിൽക്കുന്ന ഒരു ബോധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശിവനായി മാറുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പശുപതിനാഥനായി മാറണം. ഇപ്പൊ നമ്മൾ പശു അവസ്ഥയിലാണ്. പശുത്വം എന്ന് പറഞ്ഞ, പശു എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ മൃഗം എന്നാണ് അർത്ഥം. ഇപ്പം മൃഗത്തിന്റെ അവസ്ഥയിലാണ്. നമ്മൾ എപ്പോ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. നേരത്തെ ഞാൻ ആനയുടെ കാര്യം പറഞ്ഞ പോലെ എപ്പോ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ഞാൻ അക്രമാസക്തമാകാം. കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഒരു അനുഭവം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന 2 യുവാക്കള്, അവര് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന 2 യുവാക്കൾ. ഇവർ ട്രെയിനിന്റെ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്തു. അപ്പോ അതിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ആ വാതിൽ അടയ്ക്കാൻ പറഞ്ഞു, വാതിൽക്ക് നിന്ന മറ്റേ ആളോട്. അയാൾക്ക് അത് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്തു. അയാൾ പറഞ്ഞു അടയ്ക്കാൻ സാധിക്കുകയില്ല. ഇയാൾ വീണ്ടും നിർബന്ധിച്ചു, ഇയാൾ വീണ്ടും എതിർത്തു. നിർബന്ധവും എതിർപ്പും കുറെ കഴിഞ്ഞപ്പോൾ കയ്യാങ്കളിയിലെത്തി. 2 പേരും തമ്മിൽ കയ്യാങ്കളിയിലെത്തി. ആ തിരക്കും പിന്നെ ദിവസം മുഴുവൻ ജോലി ചെയ്ത് നമ്മുടെ വിൽ പവർ ഒക്കെ പോയിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ പ്രൊവോക്കഡ് ആവും. ഒരുപക്ഷെ മോർണിംഗ് ആണെങ്കിൽ ഇത്രയും നമ്മൾ പെട്ടെന്ന് പ്രൊവോക്കഡ് ആവില്ല. മോർണിംഗിൽ പൊതുവെ ക്രൈം കുറവാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് പ്രൊവോക്കഡ് ആവും. രാത്രിയിൽ അതിനേക്കാൾ വേഗത്തിൽ പ്രൊവോക്കഡ് ആവും. എന്തായാലും ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി എടുത്തിട്ട് ഈ 21 വയസ്സുള്ള പയ്യനെ 30 വയസ്സുകാരൻ കുത്തി കൊല്ലുവാണ്. എന്നിട്ട് അയാൾ ആ ബോഗിയിൽ ഇങ്ങനെ കത്തിയും വീശി നടക്കുന്ന ഫൂട്ടേജുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ 21 വയസ്സുകാരനെ ഈ 30 വയസ്സുകാരൻ കുത്തി വീഴ്ത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാള് കത്തിയും കൊണ്ട് ഇറങ്ങിയെന്ന് തന്നെ തെറ്റ്. കത്തിയും കൊണ്ട് ഇറങ്ങിയപ്പോ തന്നെ അയാളുടെ വിധി സീൽ ചെയ്യപ്പെട്ടു. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ എത്രത്തോളം വയലന്റ് ആണ് അല്ലേ? പേടിക്കണം. നമ്മൾ പേടിക്കേണ്ടത് അയാളെ അല്ല, ആ വ്യക്തിയല്ല പേടിക്കേണ്ടത്. നമ്മളിലേക്ക് നോക്കി നമ്മൾ ഭയക്കണം. നമ്മുടെ ഉള്ളിലെ സിംഹമാണ് അവിടെ മുരണ്ടത്. നമ്മുടെ ഉള്ളിലെ കാളയാണ് അവിടെ ചുരമാന്തിയത്. നമ്മുടെ ഉള്ളിലെ പാമ്പാണ് അവിടെ ചീറ്റിയത്. നമ്മുടെ ഉള്ളിലെ മൃഗമാണ് അവിടെ അമറിയത്, അലറിയത്, ഗർജിച്ചത്, ചീറ്റിയത്, വെനം ചീറ്റിയത്. നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ അതിന്റെ അപ്പുറത്തും പോണം, അതിന്റെ അപ്പുറം പോണം. അതിന്റെ അപ്പുറം പാമ്പാണെങ്കിൽ നമ്മൾ അതിനെ കഴുത്തിൽ ചുറ്റണം. പശുവാണെങ്കിൽ, കാളയാണെങ്കിൽ അതിനെ മെരുക്കണം, അതിന്റെ പുറത്തേറണം. സിംഹമാണെങ്കിൽ അതിനെ വാഹനമാക്കണം. പക്ഷിയാണെങ്കിൽ അതിന്റെ പുറത്ത് ഏറണം. അപ്പോഴാണ് നമ്മൾ വിഷ്ണുവും ശിവനും ദുർഗയും ഒക്കെ ആയിത്തീരുന്നത്. നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയെ കരുതിയിരിക്കുക. അപ്പൊ അതിനെ നമ്മൾ വിസ്ഡം സഹായിക്കട്ടെ. നോളജിന്റെ തലം വരെ നിർത്തുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എത്ര അപകടകാരിയാവാം, ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം. വിസ്ഡമാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നത്. വിസ്ഡം എന്ന് പറഞ്ഞാൽ അറിവ് നമ്മളുടെ അനുഭവമായി തീർന്നു. അതായത് വേദാന്തത്തിൽ 3 സ്ഥലങ്ങളാണുള്ളത്: ശ്രവണം, മനനം, നിധിധ്യാസനം. അപ്പൊ അതിലെ നിധിധ്യാസനമാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഈ വിസ്ഡത്തില് നമ്മളാകുന്ന കാപ്പിയിൽ ഒഴിച്ച, നമ്മളാകുന്ന പാലിലിട്ട ആ പഞ്ചസാര നമ്മുടെ മധുരമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളെയും ആ അറിവിനെയും വേർതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ രണ്ടും ഒന്നായി തീരുന്ന ആ മധുരമായി നമ്മൾ പരിണമിക്കുന്നു. ഇവിടെ എനിക്ക് കോൾ എൻഡ്സ് ഇൻ അണ്ടർ എ മിനിറ്റ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഏത് കോളാണ്? ഒരുപക്ഷെ
നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും 55 മിനിറ്റ് ആകുന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത അഫോറിസം തുടങ്ങുന്നുണ്ട്. അടുത്ത അഫോറിസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്കുള്ള സെഷനാണ്. നമസ്കാരം.